നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് അധികാരം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം വടക്കൻ കൊറിയയുടെ പ്രസിഡന്റിനെ വിശേഷിപ്പിച്ചത് മിസൈൽ വിടുന്ന കുള്ളൻ എന്നായിരുന്നു. വടക്കൻ കൊറിയ ഡൊണാൾഡ് ട്രംപിനെ വിശേഷിപ്പിച്ചത് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത കിഴവൻ എന്നാണ്. സംഗതികളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ വടക്കൻ കൊറിയയുടെ വിശേഷണം അത് അർത്ഥവത്താകുന്നു എന്നാണ്. കാരണം 2-3 ദിവസങ്ങളായി ഡൊണാൾഡ് ട്രംപിൻ്റെ ദ ട്രൂത്ത് പേജിലുള്ള കുറിപ്പുകളും മറ്റും കാണുമ്പോൾ ഈ വടക്കൻ കൊറിയയുടെ വിശേഷണം അത് ശരിയാണോ എന്ന് ചിന്തിക്കുകയാണ് ലോകം. പ്രത്യേകിച്ച് വടക്കൻ കൊറിയയെ ആ കാലയളവിൽ അമേരിക്കൻ പ്രസിഡന്റ് വിരട്ടി നിർത്താനൊക്കെ ശ്രമിച്ചുവെങ്കിലും, ഇങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെ നടത്തിയെങ്കിലും അവസാനം സിംഗപ്പൂരിൽ ഡൊണാൾഡ് ട്രംപ് വടക്കൻ കൊറിയയുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്ന അവസ്ഥ വരെ എത്തി. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തും, ഒപ്പം തന്നെ ആ രാജ്യങ്ങളുമായി കരാറിലെത്തുകയും ചെയ്യുന്ന ഒരു സവിശേഷ സ്വഭാവമുള്ള ആളാണെന്ന് വ്യക്തമാകും. ഞാനീ പറഞ്ഞു വരുന്നത്, ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ദ ട്രൂത്ത് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പേജിൽ കൂടി ഹമാസിന് അന്ത്യശാസനം കൊടുത്തിരിക്കുന്നു എന്നാണ്. ഉടനെ തന്നെ ബന്ദികളെയൊക്കെ മോചിപ്പിച്ചില്ലെങ്കിൽ ഗസ നരകമാക്കും, ഗസയ്ക്കൊരു ശോഭനമായ ഭാവിയുണ്ട് ഈ ബന്ദികളൊക്കെ മോചിപ്പിച്ചാൽ, അല്ലെങ്കിൽ ഗസ നരകമാകും എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഗസ ഇനി എന്ത് നരകമാകാനുള്ളതെന്നാണ് ലോകം ചോദിക്കുന്നത്. കഴിഞ്ഞ 1948 മുതൽ അമേരിക്കയും ഇംഗ്ലണ്ടുമൊക്കെ താരാട്ടുപാട്ടുപാടി ഉറക്കുന്ന, ആയുധങ്ങൾ നൽകി സഹായിക്കുന്ന ഇസ്രായേൽ ഗസയെ ഒരു നരകമാക്കിയിരിക്കുകയാണ്. കാരണം സ്വന്തം രാജ്യത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഈ ഫലസ്തീനികൾക്ക് 100-ലധികം ചെക്ക് പോസ്റ്റുകൾ, ഇസ്രായേലി പട്ടാളക്കാരുടെ ചെക്ക് പോസ്റ്റുകളിലെ പരിശോധന അതിജീവിച്ചാണ് പോകേണ്ടത്. അങ്ങനെയുള്ള സ്വന്തം രാജ്യത്ത് പോലും ഇത്തരം അന്യരാജ്യക്കാരുടെ ചെക്ക് പോസ്റ്റുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജനതയ്ക്ക് ഇനി എന്ത് നരകമാണ് വരാനുള്ളതെന്നാണ് ലോകം ചോദിക്കുന്നത്. എന്തായാലും ഡൊണാൾഡ് ട്രംപിന് സെലൻസ്കിയെ ഈ ചൂണ്ടുവിരൽ നിർത്തി കരാറിൽ ഒപ്പിടിവിച്ചതുപോലെ, ഉക്രൈൻ്റെ ധാതു സമ്പത്തൊക്കെ തട്ടിയെടുത്തതുപോലെ ഗസ എളുപ്പം സ്വന്തമാക്കുവാൻ പറ്റില്ല എന്നാണ് ഗസയുടെ ചരിത്രം വ്യക്തമാകുന്നത്. കാരണം ഒന്നുമല്ലാതിരുന്ന സമയത്ത് 1948 മുതൽ ഈ നമ്മൾ അന്ന് പഴയ മാധ്യമ പത്രമൊക്കെ വായിക്കുമ്പോൾ കാണുന്നതാണ്, ഈ ചീറിപ്പാഞ്ഞു വരുന്ന സയനിസ്റ്റ് ഇസ്രായേലി ടാങ്കുകൾക്ക് മുന്നിൽ. കാരണം ആ പട്ടാളക്കാരുടെയൊക്കെ, ഇസ്രായേലി പട്ടാളക്കാരുടെയൊക്കെ മുഖം മാത്രമേ കാണാൻ പറ്റൂ. അത്രത്തോളം ഈ അത്യന്താധുനികമായ കവചിതമായ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു വരുന്ന ഇസ്രായേലി പട്ടാളക്കാർക്ക് മുന്നിൽ ഒരു കവണയിൽ കല്ലുകോർത്ത് നിന്ന ഫലസ്തീൻ ബാലൻ്റെ ആത്മധൈര്യം നമ്മൾ കണ്ടതാണ്, വായിച്ചറിഞ്ഞതാണ്. അന്ന് അവർക്ക് ആയുധമായിട്ടുണ്ടായിരുന്നത് വെറും കല്ലും കവണയുമായിരുന്നു. അന്ന് നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ ഈ കല്ലുകൾ ദാനം ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിലുള്ള ആളുകൾ ഈ ഫലസ്തീനി സ്വാതന്ത്ര്യ സമരത്തിന് ഐക്യദാർഢ്യമായിട്ട് അവർക്ക് കല്ലുകൾ അയച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അന്ന് അവർക്ക് ആയുധം കല്ലു മാത്രമായിരുന്നു. അന്ന് ഇറാൻ എത്രത്തോളം സൈനികമായി ശക്തിയായിരുന്നില്ല, കാരണം ഉപരോധം കൊണ്ട് നടുവടിഞ്ഞ അവസ്ഥയിലായിരുന്നു ഇറാൻ. അതുപോലെ ഖത്തറും സൗദി അറേബ്യയ്ക്കുമൊന്നും ഇത്രത്തോളം നിക്ഷേപങ്ങൾ നടത്തുവാൻ അമേരിക്കയിലോ അതുപോലെ രാജ്യങ്ങളിലോ കഴിഞ്ഞിരുന്നില്ല. ഇത്രത്തോളം വലിയ സാമ്പത്തിക ശക്തിയുമായിരുന്നില്ല. അന്ന് ആരും സഹായമില്ലാതിരുന്നിട്ടും ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ സയനിസ്റ്റ് രാജ്യത്തോട്, മൊസാദിനെ പോലെയുള്ള വലിയ ചാരസംഘടനയുള്ള രാജ്യത്തോട്, അമേരിക്ക ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയ രാജ്യത്തോട്, ബ്രിട്ടൻ താരാട്ടുപാട്ട് പാടി ഉറക്കുന്ന രാജ്യത്തോട് പൊരുതി നിന്ന ഒരു ആത്മധൈര്യത്തിൻ്റെ പേരാണ് ഫലസ്തീൻ. അവർ എത്രത്തോളം ഈ ട്രംപിൻ്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുവിറങ്ങലിച്ച് നിൽക്കും സെലൻസ്കിയെ പോലെ എന്നൊരു ചോദ്യമുണ്ട്. ഈ ഉക്രൈൻ്റെയും ഫലസ്തീൻ്റെയും ഒക്കെ കഥ വേറെ വേറെയാണ്. കാരണം സെലൻസ്കിയും ഉക്രൈനുമൊക്കെ റഷ്യക്കെതിരെ യുദ്ധത്തിനിറങ്ങുന്നത് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും ഒക്കെ പിന്തുണയുടെയും ആയുധബലത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഫലസ്തീൻ അങ്ങനെയല്ല. ഏതൊരു രാജ്യത്തിൻ്റെയും ഉറപ്പിന്മേലിലോ അല്ലെങ്കിൽ അവർ നൽകുന്ന ആയുധബലത്തിൻ്റെയോ പേരിലല്ല ഫലസ്തീൻ അവരുടെ സ്വാതന്ത്ര്യം കാക്കുവാൻ, അവരുടെ രാജ്യത്തിൻ്റെ മാനം കാക്കുവാൻ ഇസ്രായേലിനെതിരെ യുദ്ധത്തിനിറങ്ങിയത്. മറിച്ച് അവരുടെ ആത്മധൈര്യത്തിൻ്റെയും അവരുടെ അടിയുറച്ച വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരുന്നു. ഇറാൻ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഇന്നലകളിലായിരുന്നു. ഈ ഖത്തറും സൗദി അറേബ്യയ്ക്കും അവരുടെ പിറകിൽ വരുന്നത് ഈ അടുത്ത സമയത്തായിരുന്നു. കാരണം അന്നൊന്നും ഈ രാജ്യങ്ങൾക്ക് വലിയ സൈനിക ശേഷിയോ സാമ്പത്തിക ശക്തിയോ ഒന്നുമില്ലായിരുന്നു. അതിനു മുമ്പും ഈ രാജ്യങ്ങളൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് മുമ്പും സ്വന്തം രാജ്യത്തിൻ്റെ സ്വതന്ത്ര സമരത്തിനു വേണ്ടി ലോകത്തെ ഏറ്റവും വലിയ സയനിസ്റ്റ് പട്ടാളത്തോട് നെഞ്ചുറച്ച് പോരാടി നിന്നൊരു ജനതയാണ് ഫലസ്തീൻ്റേത്. അവർ ഈ ട്രംപിൻ്റെ ഭീഷണി എത്രത്തോളം വകവയ്ക്കുമെന്ന കാര്യത്തിലൊക്കെ വലിയ ചോദ്യങ്ങൾ തന്നെ ഉയരുന്നുണ്ട് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എന്തായാലും ട്രംപ് വടക്കൻ കൊറിയയുടെ പ്രസിഡന്റിൻ്റെ പ്രസ്താവന സാധൂകരിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ
ബുദ്ധിക്ക് എന്തോ സ്ഥിര നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് എന്ന് തോന്നുന്നു. കാരണം ഒരു രാജ്യത്തിൻ്റെ ജനങ്ങളെ ആ രാജ്യത്തിൽ നിന്ന് മാറി പോകണമെന്നൊക്കെ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാകുന്നില്ല. കാരണം ഫലസ്തീനികളുടേതാണ്. അവർ പതിറ്റാണ്ടുകളായി ആ രാജ്യത്ത് താമസിച്ചിരുന്ന ആളുകളാണ്. അവരുടെ മേലിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ കൊണ്ട് പ്രതിഷ്ഠിക്കുകയും ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ചെലവും കൊടുക്കുകയും ചെയ്യുന്നത്. ആ ജനതയെ ഇപ്പോൾ അവിടെ നിന്ന് പോകുവാൻ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ മേൽ തീമഴ പെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ആ രാജ്യം നരകമാക്കുമെന്നൊക്കെ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും അത് എത്രത്തോളം പ്രായോഗികമാകും എന്ന കാര്യത്തിലൊക്കെ വലിയ സംശയമുണ്ട്. ഷാലോം ഹമാസ്, ഗുഡ് ബൈ ഹമാസ് എന്നാണ് ട്രൂത്ത് പേജിൽ ഡൊണാൾഡ് ട്രംപ് കുറിച്ചിരിക്കുന്നതായി പറയുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്. കാരണം നേരത്തെയും ഡൊണാൾഡ് ട്രംപിൻ്റെ അന്ത്യശാസനം ഹമാസ് തള്ളിക്കളഞ്ഞതാണ്. ഈ ബന്ദികളെ 1, 2, 3, 4 വിടേണ്ട, മുഴുവൻ ബന്ദികളെയും ഒന്നിച്ചു വിടണം, അല്ലെങ്കിൽ ഗസ നരകമാക്കുമെന്നൊക്കെ പറഞ്ഞ ഡൊണാൾഡ് ട്രംപിൻ്റെ ആ പ്രസ്താവനയും ഹമാസ് തള്ളിക്കളഞ്ഞതാണ്. ഇതും അതുപോലെ തന്നെ ഹമാസും ഗസയും തള്ളിക്കളയും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ നേരത്തെ വന്നതുപോലെ ഈ ഹൂതികളും ഹിസ്ബുള്ളയും ഖത്തറും സൗദിയും ഇറാനും ഒന്നും ഒപ്പമില്ലാത്തൊരു സമയത്തും സയനിസ്റ്റുകളോട് ആത്മധൈര്യത്തിൽ പൊരുതി നിന്ന ജനതയ്ക്ക് ആരും ഒപ്പമില്ലാതിരുന്നൊരു സമയത്തും ഈ ഇസ്രായേലിനോടും അമേരിക്കയോടും ഒക്കെ പൊരുതി നിന്ന ഫലസ്തീന ജനതയ്ക്ക് ഇപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇറാനും ഹൂതികളും ഹിസ്ബുള്ളയും റഷ്യയും ചൈനയും സൗത്ത് കൊറിയയും ദക്ഷിണാഫ്രിക്കയും പിന്നെ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യാൻ സൗദിയും UAEയും ഒക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഒരു ട്രംപിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ ആ രാജ്യം അടിയറ വെക്കില്ല എന്ന് തന്നെയാണ് ലോക വിവരമുള്ള ആളുകൾ പറയുന്നത്. പ്രത്യേകിച്ചും സൗദിയുടെയൊക്കെ പ്രസ്താവന അവസാന നിമിഷത്തിലും പുറത്തു വരികയാണ്. വെസ്റ്റ് ബാങ്കും ഗസയും ഒന്നു ചേർന്നുകൊണ്ടുള്ള കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി കൊണ്ടുള്ള ഒരു സ്വതന്ത്ര രാജ്യമല്ലാതെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ശാശ്വതമായ ഒരു മാർഗവും കാണുന്നില്ല. എന്ന് വെച്ചാൽ സൗദിയ അടിയുറച്ചു തന്നെ നിൽക്കുകയാണ് സ്വതന്ത്ര പാലസ്തീന് വേണ്ടിയിട്ട്. അങ്ങനെ ഈ മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും ഒന്നു ചേർന്ന് ഗസയ്ക്കൊപ്പം നിൽക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണി വെറും ജലരേഖയെ മാത്രം അവസാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും കൂടുതൽ സങ്കീർണമാകുന്നു എന്ന് തന്നെയാണ് വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഹൂതികളുടെ പ്രസ്താവന വരുന്നത് ഈ അവസരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഗസയെ ആക്രമിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇസ്രായേലിനെ നാമാവശേഷമാക്കുവാനുള്ള മാർഗങ്ങൾ ഹൂതികളുടെ ഭാഗത്തുണ്ട് എന്ന രീതിയിൽ ഹൂതികളുടെ കമാൻഡറുടെ പ്രതികരണം വരികയാണ്. അതായത് ഇസ്രായേലിൻ്റെ മേൽ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ആക്രമിക്കുവാനുള്ള പദ്ധതി ഹൂതികൾ തയ്യാറാക്കി വച്ചിരിക്കുന്നു എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിഡിൽ ഈസ്റ്റ് കൂടുതൽ പ്രശ്നസങ്കീർണമാകുന്നു എന്നാണ്. എന്തായാലും ഈ ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റിലെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അമേരിക്കയുടെ പ്രസിഡൻറ്റിൻ്റെ തന്നെ ആശീർവാദത്തോടു കൂടി ഖത്തറിൽ ഹമാസ് പ്രതിനിധികളുമായി ചർച്ച ചെയ്യുന്നു എന്ന ഒരു വാർത്ത കൂടി ഈ അവസരത്തിൽ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്. ഇസ്രായേൽ ടൈംസും ആക്സസും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വടക്കൻ കൊറിയയെ പേടിപ്പെടുത്തുകയും ഒപ്പം തന്നെ ആ രാജ്യവുമായി ചർച്ച ചെയ്ത് ഒരു കരാറിൽ ഏർപ്പെടുത്തുകയും ചെയ്ത ട്രംപിൻ്റെ കഴിഞ്ഞ ഭരണകാലത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും എന്ന് പറയാം. കാരണം ഒരു ഭാഗത്ത് ഹമാസിനെ ഭീഷണിപ്പെടുത്തുകയും ട്രൂത്ത് അക്കൗണ്ടിൽ കൂടി ഹമാസ് ഗുഡ് ബൈ, ഹമാസ് ഷാലോം എന്നൊക്കെ പറയുകയും ചെയ്യുന്ന അവസരത്തിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഖത്തറിൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പ്രസിഡന്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഖത്തറിൽ ഹമാസ് പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി ഈ അവസരത്തിൽ തെളിഞ്ഞു വരികയാണ്. എന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്, അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് ലോകത്തിന് മനസ്സിലാകാത്ത ഒരവസ്ഥ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ രീതിയിലാണെന്നാണ് പറയുന്നത്. ചില ഹമാസ് നേതാക്കൾ ഭരണത്തിലുണ്ടാകരുത്, കാരണം ഹമാസ് ഇനി ഭരണത്തിൽ വന്നാലും ചില ഹമാസ് നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കണം അവിടെ ഹമാസ് ഭരിക്കേണ്ടത് എന്ന രീതിയിലൊക്കെ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരികയാണ്. എന്തായാലും അന്താരാഷ്ട്രതലം കൂടുതൽ കലുഷിതമാകുന്ന അവസരത്തിൽ തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.